കൊല്ലത്ത് കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു. പ്രതിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ. ഒരു വിദ്യാർത്ഥിയെ കുത്തി മരിച്ചു. അങ്ങനെ ഒരു കാറിൽ 3 പേര് വന്നെന്നാണ് അറിഞ്ഞത്. അതിൽ ഒരാൾ ഇറങ്ങി കുത്തി, വീട്ടിൽ കയറി കുത്തി, അച്ഛനെയും കുത്തി. കുത്തുകൊണ്ട വിദ്യാർത്ഥി റോഡിൽ ഇറങ്ങി, റോഡിൽ ഇച്ചിരി നടന്ന് അവിടെ വീണ് പടഞ്ഞ് തൊട്ടടുത്തുള്ള പോലീസിലും ആംബുലൻസിൽ അറിയിച്ചു. അങ്ങനെ അവർ വന്ന് കൊണ്ടുപോയി. അങ്ങനെ അപ്പോൾ മരിച്ചെന്നാണ് അറിഞ്ഞത്. വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു. ഉളിയക്കോവിൽ സ്വദേശി ഫെബിൻ ജോർജ് ഗോമസ് 22 കൊല്ലപ്പെട്ടത്. ഫെബിന്റെ പിതാവ് ഗോമസിനും പരിക്കേറ്റു. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ 2ാം വർഷ BCA വിദ്യാർത്ഥിയാണ് ഫെബിൻ. മുഖം മറച്ചെത്തിയ ആൾ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലത്ത് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന സംഭവത്തിലെ പ്രതി തേജസ് രാജിന്റെ മൃതദേഹം കടപ്പാക്കടയ്ക്കടുത്ത് റെയിൽവേ പാളത്തിൽ കണ്ടെത്തി. നീണ്ടകര പുത്തൻതുറ സ്വദേശിയാണ് ഇയാൾ. ആത്മഹത്യ എന്നാണ് സംശയം. ഇയാൾ സഞ്ചരിച്ച കാറിൽ ചോരപ്പാടുകൾ കണ്ടെത്തി. മുഖം മറച്ചെത്തിയ ആൾ തേജസ് രാജിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ആക്രമണം നടത്തിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വൈകിട്ട് 7 മണിയോടെ കാറിലാണ് ഇയാൾ എത്തിയത്. ആക്രമണ കാരണം വ്യക്തമല്ല. പോലീസ് അന്വേഷിച്ചു വരുന്നു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ACP തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം വീട്ടിൽ പരിശോധന നടത്തി. ന്യൂസ് കേരളം 24.